ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന ഒരു ചെറിയ പേപ്പറിന്റെ ലെങ്ത്തിൽ 1.5 ഇഞ്ച് വരെ ആൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പേപ്പർ നമ്മൾ കറക്റ്റായി ക്രീസിംഗ് വരുന്നത് നോക്കാം. ഇവിടെ സ്വിച്ച് ഓൺ ഉണ്ട്, സ്പീഡ് കൺട്രോൾ റെഡി ആക്കിയതിന് ശേഷം ഓൺ റെഡി ആയി. നമ്മുടെ മെഷീൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് റണ്ണിന്റെ പ്രത്യേകത സൗണ്ട് 1 ടൈം ആണ്. ലെങ്ത്തിലേ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം, ലെഫ്റ്റ് ചെയ്യാം, റൈറ്റ് ചെയ്യാം. ഞാനിപ്പോൾ റൈറ്റ് ലെഫ്റ്റിൽ നിന്ന് ആദ്യം പേപ്പർ ഒരു വട്ടം ഇതിലൂടെ വിട്ടു. അപ്പോൾ ഫസ്റ്റത്തെ ക്രീസിംഗ് എനിക്ക് അവിടെ വന്നു കഴിഞ്ഞു. സെക്കൻഡ് ക്രീസിംഗ് ഇവിടെയാണ് ഞാൻ അലൈൻമെന്റ് ചെയ്യുന്നത്. ഇവിടെയും ഞാൻ ക്രീസ് ചെയ്തിട്ടുണ്ട്. അലൈൻമെന്റ് നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ 1 ടൈം ഇവിടെ ക്രോസ് വരാതെ വിടാം, അടുത്തത് ഇവിടെ റൈറ്റ് സൈഡും വിടാം. അപ്പോൾ ഓരോ പേപ്പറും നമുക്ക് ഏത് സൈഡ് വേണമെങ്കിലും വലിയ സൈസോ ചെറിയ സൈസോ അഡ്ജസ്റ്റ് ചെയ്ത് വിടാം. ഇതുപോലെ ഇതിന്റെ സ്റ്റാൻഡ് നമുക്ക് റെഡി ആക്കിയിട്ട് ഇതുപോലെ വിടാം. അപ്പോൾ ഞാൻ ഓരോ പേപ്പറായിട്ട് വിടുക. ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് ക്രോസ് വരാതിരിക്കാൻ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്രീസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ മെഷീൻ 42 ഇഞ്ചാണ്, 100 സ്ക്വയർ ഫീറ്റിലുള്ള റൂമിലാണ് ഈ മെഷീൻ വെച്ചിരിക്കുന്നത്. സാധാ സിംഗിൾ ഫേസ് കറണ്ട് ആണ്. ഇതിന്റെ ഓപ്പറേറ്റിംഗ് ഇതിന്റെ പ്രഷർ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ബ്ലേഡുകൾ താഴവും മേലേക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ലെങ്ത്തിൽ ചെയ്തിരിക്കുന്നത് 42 ഇഞ്ചാണെങ്കിലും ഇത് 48 വരെ മെഷീന്റെ വലിപ്പമുണ്ട് ഇങ്ങോട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം പീസ് ആയിട്ട് നമുക്ക് കൊണ്ടുവന്ന് നിങ്ങൾ പറയുന്ന ലൊക്കേഷനിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഹെവി വെയിറ്റ്